കേരളത്തിന്റെ മലയോര മേഖലയിലെ റോഡുകളും ബസ് റൂട്ടുകളും അധികം എത്തിപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമം. പകലിൽ ആ ഗ്രാമം സാധാരണ പോലെ തന്നെ കുട്ടികളുടെ ശബ്ദം, പശുക്കളുടെ മണിയൊച്ച, ചായക്കടയിലെ സംസാരങ്ങൾ. പക്ഷെ സൂര്യൻ അസ്തമിച്ചാൽ അവിടെ ഒരു നിയമമുണ്ടായിരുന്നു. ആരും തുറന്നു പറയാത്ത, പക്ഷെ എല്ലാവരും പാലിച്ച ഒരു നിയമം: രാത്രി ആരും ഉറങ്ങരുത്. ആദ്യമായി ഇതറിയുന്നത് ആ ഗ്രാമത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ അവിടെ താമസിക്കാൻ വന്നപ്പോഴാണ്. അയാൾക്ക് ആദ്യ രാത്രി തന്നെ ഗ്രാമത്തിലെ ആളുകൾ മുന്നറിയിപ്പ് നൽകി: രാത്രി 2 മണിക്ക് ശേഷം ഉറങ്ങരുത്, പ്രത്യേകിച്ച് 2 മണിക്ക് 17-ാം മിനിറ്റ് കഴിഞ്ഞാൽ. ഗ്രാമത്തിലെ അന്ധവിശ്വാസം എന്ന് കരുതി അയാൾ ചിരിച്ചു. പക്ഷെ ആ രാത്രി കൃത്യമായി 2 മണി 17-ാം മിനിറ്റിൽ അയാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാൻ പറ്റാതെയായി. ശരീരം മുഴുവൻ വിയർത്തു. മുറിയിൽ ആരോ ഉണ്ട് എന്ന തോന്നലിൽ ലൈറ്റ് ഓണാക്കി നോക്കിയപ്പോൾ ഒന്നുമില്ല. പക്ഷേ കിടക്കയുടെ അരികിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. അടുത്ത ദിവസം അയാൾ ഇത് പറഞ്ഞപ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും മൗനത്തിലായി. കാരണം അവർക്കും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരാൾക്കല്ല, രണ്ടാൾക്കല്ല, മുഴുവൻ ഗ്രാമത്തിന്, ഓരോ വീട്ടിലും ഓരോ മുറിയിലും ഒരേ സമയത്ത് ഒരേ ഭയം. ചിലർ കേട്ടത് അവരുടെ പേര് പറഞ്ഞു വിളിക്കുന്ന ശബ്ദം. ചിലർക്ക് തോന്നിയത് ശ്വാസം മുട്ടുന്നത് പോലെ. ചിലർ പറഞ്ഞു കണ്ണു തുറക്കാൻ പറ്റാതെ, ശരീരം അനങ്ങാതെ ആരോ നെഞ്ചിൽ കയറിയിരിക്കുന്ന പോലെ. അന്ന് തന്നെ ആളുകൾ ഉറങ്ങാതിരിക്കാൻ തുടങ്ങി. വിളക്കുകൾ കത്തിച്ചു, കാപ്പിയുണ്ടാക്കി, പ്രാർത്ഥനകൾ നടത്തി. പക്ഷേ ഭയം മാറിയില്ല. ഒരാൾ ഒരു രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു, പക്ഷെ ആരോടാണെന്ന് ആരും കണ്ടില്ല. രാവിലെ അവനെ കണ്ടത് കിണറ്റിനരികിൽ, ബോധമില്ലാതെ ആയിരുന്നു. അതിനുശേഷം ആ ഗ്രാമം മുഴുവൻ പേടിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ ഇതിനെ കളക്റ്റീവ് സ്ട്രെസ്, ഹലൂസിനേഷൻ, സ്ലീപ്പ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു: എങ്ങനെ ഒരേ സമയത്ത്? പുലർച്ചെ 2 മണി കഴിഞ്ഞ് 17 മിനിറ്റിൽ തന്നെ ഒരേ അനുഭവം, ഒരേ ഭയം. മറുപടി ആർക്കുമില്ല. അങ്ങനെ ഒരു വയോധികൻ മരിച്ചു. മരണകാരണം ഹൃദയാഘാതം. മരണസമയം രേഖപ്പെടുത്തിയപ്പോൾ എല്ലാവരുടെയും ശ്വാസം ഒറ്റ നിമിഷത്തേക്ക് നിലച്ച പോലെയായി. പുലർച്ചെ 2 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. അതിനുശേഷം ആ സംഭവങ്ങൾ പതിയെ ആളുകൾ മറക്കാൻ തുടങ്ങി. പക്ഷെ ഇന്നും ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. രാത്രി 2 മണിക്ക് ശേഷം ആരും ക്ലോക്കിലേക്ക് നോക്കില്ല. മൊബൈൽ സ്ക്രീൻ മറച്ചുവെക്കും. കാരണം 2 മണി 17 മിനിറ്റ് എന്ന സമയം കാണാൻ അവർക്ക് പേടിയാണ്. ഇപ്പോഴും അവിടെ താമസിക്കുന്നവർ പറയുന്നു, ഇന്നും ചില രാത്രികളിൽ ഉറക്കത്തിനിടയിൽ ആരോ നമ്മുടെ പേര് പറഞ്ഞ് വിളിക്കുന്ന പോലെ തോന്നും. പക്ഷെ കണ്ണു തുറക്കാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. ഈ കഥ നിങ്ങൾ കേട്ടതുപോലെ ഒരു യഥാർത്ഥ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഗ്രാമം, ഈ സമയം, ഈ മരണങ്ങൾ, ഇതെല്ലാം കെട്ടുകഥയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം 100% റിയൽ ഫിനോമിന ആണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ലീപ്പ് പരാലിസിസ് എന്ന അവസ്ഥയും മാസ് സൈക്കോളജിക്കൽ ഹിസ്റ്റീരിയ എന്ന മാനസിക പ്രതിഭാസവും ചേർന്നാൽ ആളുകൾക്ക് ഒരേ തരത്തിലുള്ള ഭയം, ശബ്ദങ്ങൾ, ശരീരം അനങ്ങാത്ത അവസ്ഥ, ആരോ സമീപത്തുണ്ടെന്ന തോന്നൽ എല്ലാം ഒരുപോലെ അനുഭവപ്പെടാം. മനുഷ്യ മനസ്സിന് ഭയം പകരാൻ സമയം വേണ്ട. ഒരാൾക്ക് ഭയം തുടങ്ങുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ അതിൽ കുടുങ്ങാം. അതുകൊണ്ടാണ് ഈ കഥ ഫിക്ഷൻ ആയാലും നിങ്ങൾ ഇന്ന് രാത്രി 2 മണി 17-ാം മിനിറ്റിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ഞെട്ടി എഴുന്നേൽക്കില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റാത്തത്.